ഹായ് ഗൈസ്, ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ചെറുതായിട്ടൊന്ന് ഒരുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. എന്റെ രീതിയിലുള്ള ചെറിയൊരു മേക്കപ്പ് ആണേ. അപ്പൊ മുഖത്തിട്ട് കൊടുക്കുന്നത് ഫെയർ ലവ്ലി ആണ് കേട്ടോ. പണ്ട് തൊട്ടേ നമ്മുടെ ഫെയർ ലവ്ലി ആണല്ലോ താരം. അപ്പൊ ഇപ്പോഴും ഞാൻ കുറെയൊക്കെ യൂസ് ചെയ്യും കേട്ടോ. ഫെയർ ലവ്ലി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ മുഖത്തിട്ട് കൊടുത്തിട്ടുണ്ടേ. കൈകൊണ്ട് തന്നെയാണ് ഒന്ന് തേച്ച് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കണ്ണൊന്ന് എഴുതാം. കണ്ണ് എഴുതിയില്ലെങ്കിൽ ചത്ത കണ്ണ് പോലെ ഇരിക്കും എന്റെ കണ്ണ്. അങ്ങനെ അടുത്തതായിട്ട് ഐലൈനർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ണിൽ ഐലൈനർ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത കണ്ണിലും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ടേ. അങ്ങനെ രണ്ട് കണ്ണിലും ഐലൈനർ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ണ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കണ്ണിന്റെ ഉള്ളില് കരി എഴുതണം കേട്ടോ. ഇടയ്ക്ക് ഞാൻ കണ്ണിന്റെ ഉള്ളിൽ കരി എഴുതാറില്ല. പിന്നെ എഴുതിയില്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ ഇങ്ങനെ കണ്ണിന്റെ ഉള്ളിലും കൂടി കരി വരച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കണ്ണെല്ലാം സെറ്റായി. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കണ്ണൊന്നും എഴുതാതെ പോയി കഴിഞ്ഞാൽ എന്റെ കണ്ണ് എപ്പോഴും കരഞ്ഞ രീതിയിൽ ഇരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കണ്ണെപ്പോഴും എഴുതിയിട്ട് പോകുന്നത്. എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. ചിലവർ എഴുതത്തില്ല കണ്ണ്, ചിലവരൊക്കെ എഴുതുമായിരിക്കും. പിന്നീട് ലിപ് ബാം ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ലിപ് ബാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വള, ഇതാണ് കേട്ടോ വള. എൻ്റെ കയ്യിൽ അല്ലാതെ ഉള്ള കുപ്പിവള കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ അങ്ങനെ ഉപയോഗിക്കുകയില്ല കുപ്പിവളയൊന്നും. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള രണ്ട് വളകളാണ് കേട്ടോ ഇത്. അങ്ങനെ ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു നെക്ലേസ് കേട്ടോ. ഇത് ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ ഒരു ധാവണിയാണ് കേട്ടോ. അപ്പൊ ധാവണീന്റെ ബ്ലൗസും പാവാടയായിട്ടാണ് ഞാനിപ്പോ ഇട്ടിട്ടുള്ളത്. ധാവണിയായിട്ട് ഉടുക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് പോകാനായിട്ട് ഞാൻ ധാവണിയായിട്ട് ഉടുക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഒന്നിട്ട് സെറ്റായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ആ നെക്ലേസിന്റെ കമ്മലാണ് കേട്ടോ അത്. അങ്ങനെ കമ്മലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊട്ടാണ് കേട്ടോ. എപ്പോഴും ഞാൻ കുഞ്ഞു പൊട്ടാണ് വെക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ കറുത്ത കുഞ്ഞു പൊട്ട്. വീട്ടിലുള്ള എല്ലാവരും എന്നെ വഴക്ക് പറയും, കുറച്ചും കൂടി വലിയ പൊട്ടൊക്കെ വെച്ചുകൂടെ എന്ന് ചോദിക്കും. പക്ഷെ എന്തായാലും എനിക്ക് എപ്പോഴും കുഞ്ഞു പൊട്ടാണ് ചേരണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ പൊട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മുടി കെട്ടണതാണ് കേട്ടോ. മുടി പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കെട്ടത്തില്ല. ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും നടുക്ക് ഇങ്ങനെ വവരെടുത്തിട്ട് രണ്ടു ഭാഗവും ചെറുതായിട്ടൊന്ന് പിടിച്ച് ക്ലിപ്പിടേ ചെയ്യത്തുള്ളൂ കേട്ടോ. അങ്ങനെ മുടിയെല്ലാം ചീകി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ മുടി കെട്ടിക്കൊടുക്കുന്നത്. രണ്ട് ഭാഗത്തുനിന്ന് ഇതേപോലെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയിട്ട് ഒന്ന് ക്ലിപ്പിട്ട് കൊടുക്കുന്നു. ഞാൻ എപ്പോ കോവിലിൽ പോയാലും ഇങ്ങനെയാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഒരു സൈഡ് ഒന്ന് കെട്ടിവെച്ചു. അങ്ങനെ മുടികെട്ടൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചെറുതായിട്ട് ഒന്ന് ക്ലിപ്പ് ഇടുന്നതിനാണ് ഞാൻ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത്. കാരണം എനിക്ക് മുടി കെട്ടുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എങ്ങനെ കിട്ടിയാലും എൻ്റെ മുടി സെറ്റ് ആവില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒന്ന് മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ കെട്ടിട്ട് പോകുന്നത് എന്തെന്ന് വെച്ചാൽ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് മുടിയെല്ലാം പറന്ന ഒരു രീതിയിലായി പോകും, വണ്ടിയിൽ പോകുന്നത് കൊണ്ട്. അപ്പം തൽക്കാലം ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാണ് കേട്ടോ. അപ്പൊ എന്റെ ടെമ്പിൾ ലുക്ക് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഇത് ഇഷ്ടമായ എല്ലാവരും ഒന്ന് കമന്റും കൂടി ചെയ്യണേ. ചെറുതായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്, അത്ര വലിയതൊന്നും അല്ല. എൻ്റെ രീതിയിലുള്ള ചെറിയൊരു ടെമ്പിൾ ലുക്കാണ് കേട്ടോ. അപ്പൊ ഇഷ്ടമായ എല്ലാവരും ഒന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.